ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയും പത്തിരിയാണ് കേട്ടോ. വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുള്ള തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുത്തിങ്ങനെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. നമ്മൾ മുളക് പൊടി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ മല്ലിപ്പൊടി എടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നല്ലോണം വറുത്തിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കണം. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ആ ഒരു ടൈമിൽ ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഞാൻ 1 കിലോ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് 2 വലിയ തക്കാളി ചേർത്തെടുത്തിട്ട് അതും വഴറ്റിയിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതും നല്ലോണം വഴറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നു. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നു കേട്ടോ. ചിക്കന് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ കിടന്നിട്ടാണ് കേട്ടോ മുഴുവനായിട്ട് വേവേണ്ടത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ നല്ലോണം തിളച്ച് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടൊന്ന് തൂമിച്ചിട്ട് എടുത്തിരിക്കണേ. അപ്പോൾ അടിപൊളി മലബാർ ചിക്കൻ കറി റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണും ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ. കിച്ചൺ ക്ലീൻ ആക്കിയിട്ടാൽ തന്നെ പകുതി പണി കഴിഞ്ഞൊരു ഫീലാണ് കേട്ടോ എനിക്ക്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിടും. എന്നിട്ടാണ് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലുള്ളൂ. അപ്പം ഇനി കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതാ ഉച്ചക്കുള്ള കറിയും ഉപ്പേരിയും ഒക്കെ അയക്കണ്. ഇനിയിപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനും കൂടി ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാണ്. ഇന്നിപ്പോൾ ഉപ്പേരി വയക്കുപ്പേരിയും കറി തേങ്ങരച്ച മീൻ കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പേരിയും കറിയും അതൊക്കെ ഒന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയിൽ അവിടെ ഒതുങ്ങിയിരുന്നോളും. വലിയ വലിയ പാത്രങ്ങളാവുമ്പോൾ അതൊരു നിറഞ്ഞിരിക്കുന്ന ഫീലാവും. പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാനിന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലേസി കാറ്റ് കേക്ക് ഉണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. അപ്പോൾ അതിന് ബേസായിട്ട് ആദ്യം ഒരു ചോക്ലേറ്റ് കേക്ക് വേണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കണം. അതൊന്ന് പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 3 മുട്ടയും 1/4 കപ്പ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റാക്കിയ ബട്ടറോ, ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പാലും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. 1 ടീസ്പൂണ് വാനില എസൻസും കൂടി. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണേ. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിരിക്കണേ. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേക്ക്. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കണേ. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും. ബേക്കിംഗ് പൗഡർ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു കേക്ക് ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡിമെയ്ഡ് ചോക്ലേറ്റ് കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മടി പിടിച്ചിട്ട് ആ കേക്കൊക്കെ പിന്നെ മക്കളെടുത്ത് കഴിച്ചു. അപ്പോൾ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ചോക്ലേറ്റ് കേക്ക് ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ മിക്സിയിലൊരു കേക്ക് റെഡിയാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. 150°C ഒരു അരമണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ആവുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്കൊരു ക്രീം റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ക്രീം ചീസും പിന്നെ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആവും കേട്ടോ. ആ ടൈമിൽ എൻ്റെ അടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സ്റ്റിഫ് പീക്ക് ഒന്നും ആവണ്ട, ഒരു നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കണ ആ ഒരു കൺസിസ്റ്റൻസിയിലായാൽ മതി കേട്ടോ. ഇതാ ഈ ഒരു ഇതിലാണ് വേണ്ടത്. കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ റെഡിയാക്കിയിട്ടെടുത്തുള്ള കേക്കല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ബീറ്ററോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്കിതൊരു ടീ കേക്ക് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. മക്കൾക്കൊക്കെ വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. നല്ല ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാല് എടുത്തുക്കണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തുക്കണ്. മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തുക്കണ്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ ഒരു കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ സോക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഈ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ചീസിൻ്റെ ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 3/4 കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒഴിച്ചെടുക്കാം. ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. മെൽറ്റാക്കിയ ചോക്ലേറ്റ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിക്കണം. ഇനിയിപ്പോൾ അത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആ ഒരു ക്രീമും ഈ ഒരു ചോക്ലേറ്റും മിക്സ് ആവാതെ നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 1/2 കപ്പ് ചോക്ലേറ്റും കൂടി മെൽറ്റാക്കിയിട്ട് എടുത്തിക്കണേ. അതിലേക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടും ഇതുപോലത്തെ ചോക്കോ ബോൾസ്. അതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതും ആ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 3 മണിക്കൂറൊക്കെ വെച്ചിക്കണ്. പിന്നെ രാത്രിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിക്കണ് ലേസി കേക്ക്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ളൊരു സാധനമാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആണ്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ ഡെസേർട്ടൊക്കെ ഇഷ്ടമാവുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാവും. ഈ ഒരു ചോക്കോ ബോൾസും പിന്നെ കേക്കും ക്രീമും ചോക്ലേറ്റും ഒക്കെ വരുമ്പോൾ തന്നെ ആലോചിക്കാമല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഇതിനൊക്കെ നമുക്കൊരു പുഡിംഗ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം. എല്ലാവർക്കും ഒരു വെറൈറ്റി ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.